ഹലോ ഫ്രണ്ട്സ്, ബ്രില്യൻ PSC കോച്ചിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കേരളവുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളാണ്. എല്ലാവരെയും കാണുക, ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കണ്ണൂർ ജില്ല രൂപീകരിച്ച വർഷം 1957. ക്വസ്റ്റ്യൻ നമ്പർ 2. തലശ്ശേരി കോട്ട പണിതതാര്? ബ്രിട്ടീഷുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 3. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. ക്വസ്റ്റ്യൻ നമ്പർ 4. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടം കല്യാശ്ശേരി. ക്വസ്റ്റ്യൻ നമ്പർ 6. കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം എത്ര? 4. ക്വസ്റ്റ്യൻ നമ്പർ 7. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 8. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം റാണിപുരം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത് പീലിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 11. തോൽവിറക് സമരം നടന്നത് ചീമേനി. ക്വസ്റ്റ്യൻ നമ്പർ 12. കേരളത്തിലെ ചെന്തങ്ങ് നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് നീലേശ്വരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ക്വസ്റ്റ്യൻ നമ്പർ 14. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. കാസർഗോഡ് ജില്ല രൂപീകൃതമായ വർഷം 1984 മെയ് 24. ക്വസ്റ്റ്യൻ നമ്പർ 16. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. ക്വസ്റ്റ്യൻ നമ്പർ 17. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 18. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിപ്പുഴയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. വയനാട് ചുരം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 20. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. ക്വസ്റ്റ്യൻ നമ്പർ 21. തമിഴ്നാടുമായി കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ജില്ല വയനാട്. ക്വസ്റ്റ്യൻ നമ്പർ 22. കേരളത്തിൽ കയാക്കിംഗ് മത്സരത്തിന് പ്രസിദ്ധമായ വെള്ളച്ചാട്ടം തുഷാരഗിരി വെള്ളച്ചാട്ടമാണ്. നമ്പർ 23. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി. ക്വസ്റ്റ്യൻ നമ്പർ 25. കരിന്തണ്ടൻ ഏതു ചുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദിയുടെ തീരത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 27. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 28. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. 30. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. ക്വസ്റ്റ്യൻ നമ്പർ 31. തലയാർ എന്നറിയപ്പെട്ടിരുന്ന നദി പാമ്പാർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 33. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി. ക്വസ്റ്റ്യൻ നമ്പർ 34. പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നും. ക്വസ്റ്റ്യൻ നമ്പർ 35. കണ്ണൂരിലെ ധർമ്മടം തുരുത്തിനെ ചുറ്റി ഒഴുകുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ നദിയുടെ തീരത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 37. 100 കിലോമീറ്റർ കൂടുതൽ ദൂരത്തിൽ ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം 11. ക്വസ്റ്റ്യൻ നമ്പർ 38. കേരള നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ.
ക്വസ്റ്റ്യൻ നമ്പർ 39. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അച്ഛൻ കോവിലാറിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42.